മറ്റു PG അംഗങ്ങളെ, ഈ വെള്ളൂരിൻ്റെ ഈ സ്കൂളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഈ വാർഷികാഘോഷ പരിപാടികൾക്ക് ഭാവുങ്ങൾ നേർന്നുകൊള്ളുന്നു. ഈ വേനൽ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ഈ ജൂൺ മാസത്തിൽ തണുപ്പുള്ള ഒരു സുപ്രഭാതത്തിൽ മാതാപിതാക്കളുടെ കൈ പിടിച്ച് ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കയറി വരുമ്പോൾ മാതൃതുല്യം സ്നേഹിക്കുന്ന ഈ അധ്യാപകർ സ്നേഹവും കരുതലും കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് നല്ല രീതിയിൽ ആദ്യം നമ്മുടെ സ്കൂളിലേക്ക് കരഞ്ഞുകൊണ്ടും മാതാപിതാക്കളടുത്ത് പോകാൻ പോകാൻ ബുദ്ധിമുട്ട് ഉള്ള കുട്ടികളല്ല ഇപ്പോൾ നമ്മുടെ ഈ മുന്നിലിരിക്കുന്നത്. അവർ ചിരിച്ചു കളിച്ച് സന്തോഷിച്ച് ഇപ്പോൾ ഇരിക്കുന്നത് ഈ സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കഴിവുകൾ മൂലമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് രാവിലെ നഴ്സറി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുവാൻ നമ്മുടെ ഫണ്ടിൽ നിന്നും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും സർക്കാർ നിലവിലുള്ള നമ്മുടെ ഉച്ചഭക്ഷണവും ഈ സ്കൂളിന് അനിവാര്യമാണ്. നമുക്കറിയാം, നമ്മളൊരു കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുമ്പോൾ വളരെ പ്രതീക്ഷയോടും വരും തലമുറയ്ക്ക് നമ്മുടെ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ മക്കളെ സ്കൂളിലേക്ക് വിടുന്നത്. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഒരുപാട് സങ്കടത്തിലും അല്ലെങ്കിൽ നമ്മുടെ തിരക്ക് ഒക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾ പല ജോലികൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ ഒരു സമയങ്ങളിൽ നമ്മൾക്ക് കേൾക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും, അതായത് വൈകിട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ആ കാര്യം ഓർക്കുന്നുണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ് മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ ആ സമയങ്ങളിൽ സാധിച്ചില്ല എങ്കിൽ പിന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ പറയണം. അത് അവർക്കൊരു ആശ്വാസം കൂടിയാണ്. നമ്മുടെ മക്കൾ നമ്മളെ സ്കൂളിലേക്ക് വിടുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നതെന്ന് അവരുടെ സങ്കടങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അധ്യാപകരോടും നമ്മളോടുമാണ്. അമ്മമാരോടാണ് കൂടുതൽ അവർ പറയാൻ താല്പര്യം കാണിക്കുന്നത്.